13:25. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്യണത് എന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയണത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. അപ്പം ജനങ്ങൾ രണ്ടായിട്ട് തിരികെയാണ് ഇവിടെ വെച്ച്. ഒന്ന് ക്രിസ്തുവിനെ അറിയാവുന്ന ആൾക്കാരുണ്ട്, ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. ആരാണ് ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്? വചനം അധിഷ്ഠിച്ച് അടിസ്ഥാനപ്പെടുത്തി സാക്ഷ്യജീവിതം നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അറിയാൻ പറ്റാത്ത ആൾക്കാരായി മാറും. ഐ ഡോണ്ട് നോ യു എന്തൊരു വാക്കാണ്, എന്ത് കഷ്ടമാണ്. ഒരു മനുഷ്യൻ കേൾക്കാവുന്ന ഏറ്റവും വലിയ ട്രാജിക്കൽ വേർഡാണ് ഐ ഡോണ്ട് നോ യു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനെ ഒരു വെർഡിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാഷ്വൽ ഡിസിപ്ലിൻ എടുക്കുന്നത്. എന്താണ്? നമ്മൾ അറിവിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും മാത്രമല്ല, ജ്ഞാനത്തിന് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയുമാണ് കർത്താവിൻ്റെ മുമ്പിൽ സഞ്ചരിക്കണമെന്ന്. അടുത്ത സ്റ്റെപ്പ് അതാണ്. എന്താണ്? ജ്ഞാനവും കൃപയും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും അനുഗ്രഹവും. വചനത്തിന് അനുഭവ തലങ്ങളിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും അനുഗ്രഹവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ജ്ഞാനവും അതുപോലെ തന്നെ കൃപയും. ഈ ജ്ഞാനവും കൃപയും പറഞ്ഞത് എങ്ങനെയാണ്? അത് തീഷ്ണതയിൽ നിന്നാണ് വരണത്. അപ്പം ജ്ഞാനവും കൃപയും ഉണ്ടാകാൻ എന്ത് ചെയ്യണം? തീഷ്ണതയാണ് വേണ്ടത്. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറയും. അറിവിൻ്റെ അപ്പുറത്ത് ജ്ഞാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവം.